ചായ കുടിച്ച് സംസാരിക്കുക, ഇവയൊക്കെ അവരുടെ ദിനചര്യയായി മാറി. നന്ദിത വളരെ സന്തോഷത്തോടെ നടക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവളുടെ ചിരി കണ്ടാൽ ആരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. അരുൺ അത്ര സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ നന്ദിതയോടൊപ്പമായാൽ അവൻ തുറന്നു സംസാരിക്കും. ദിവസങ്ങൾ കടന്നപ്പോൾ അരുൺ മനസ്സിലാക്കി നന്ദിതയോടുള്ള തന്റെ സൗഹൃദം പതുക്കെ പ്രണയമായി മാറുകയാണെന്ന്. പക്ഷെ അവനത് പറയാൻ ഭയപ്പെട്ടു. സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയം അവനെ നിശ്ശബ്ദനാക്കി. ഒരു ദിവസം കോളേജിന്റെ അവസാന വർഷമെത്തി. എല്ലാവരും ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആ സമയത്ത് നന്ദിത അരുണിനോട് പറഞ്ഞു, "എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. അടുത്ത മാസം ഞാൻ പോകണം." അരുൺ അത് കേട്ടപ്പോൾ ഹൃദയം ഭാരം തോന്നി. പക്ഷെ അവൻ തന്റെ പ്രണയം പറഞ്ഞില്ല. അവൻ വെറും ചിരിച്ചു പറഞ്ഞു, "അത് വലിയ അവസരമാണ്. നീ തീർച്ചയായും പോകണം." നന്ദിത പോയി. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. അരുൺ കൊച്ചിയിൽ തന്നെ ജോലി ചെയ്തു. ജീവിതം മുന്നോട്ടു പോയെങ്കിലും അവന്റെ മനസ്സിൽ ഒരു ഭാഗം എപ്പോഴും നന്ദിതയ്ക്കായി സൂക്ഷിച്ചു. ചിലപ്പോൾ അവൻ പഴയ കോളേജ് ഫോട്ടോകൾ നോക്കും, പഴയ ഓർമ്മകൾ ഓർക്കും. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അരുൺ തന്റെ പഴയ കോളേജിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ പരിപാടി നടക്കുകയായിരുന്നു. പഴയ വിദ്യാർത്ഥികളെല്ലാവരും വീണ്ടും കൂടിച്ചേരുന്ന ഒരു പരിപാടി. അവൻ അവിടെ എത്തിയപ്പോൾ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിൽ നിറഞ്ഞു. അപ്പോഴാണ് അവൻ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. "അരുൺ?" അവൻ തിരിഞ്ഞു നോക്കി. അത് നന്ദിതയായിരുന്നു. അവൾ മുമ്പത്തെപ്പോലെ തന്നെ ചിരിച്ചു നിന്നു. അരുൺ അതിശയിച്ചു. "നീ ഇവിടെ?" നന്ദിത ചിരിച്ചു പറഞ്ഞു, "അതെ, ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് തിരികെ വന്നു." അവർ കുറച്ചുനേരം സംസാരിച്ചു. കോളേജ് കാലത്തെ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിൽ നിറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ നിശബ്ദമായി. അരുൺ ധൈര്യം കണ്ടെത്തി പറഞ്ഞു, "നന്ദിത, ഞാനൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടിയിരുന്നു." അവൾ ശ്രദ്ധയോടെ അവനെ നോക്കി. "കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു." ഒരു നിമിഷം നിശബ്ദത. പിന്നീട് നന്ദിതയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, "അരുൺ, ഞാൻ ആ വാക്കുകൾ കേൾക്കാൻ 5 വർഷമായി കാത്തിരിക്കുകയാണ്." അരുൺ അതിശയിച്ചു. "അതായത്?" നന്ദിത ചിരിച്ചു. "ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു." അവർ രണ്ടുപേരും ചിരിച്ചു. അരുൺ പറഞ്ഞു, "അപ്പോൾ നമ്മൾ 5 വർഷം നഷ്ടപ്പെടുത്തി." നന്ദിത തലകുലുക്കി പറഞ്ഞു, "അല്ല, അത് നഷ്ടപ്പെട്ട സമയമല്ല. അത് വിധി നമ്മളെ വീണ്ടും കണ്ടുമുട്ടിക്കാൻ എടുത്ത സമയമാണ്." ആ ദിവസം അവർ വീണ്ടും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി, പഴയ കോളേജ് വഴികളിലൂടെ. കാരണം ചില പ്രണയങ്ങൾ ഉടനെ തുടങ്ങുന്നില്ല, അത് സമയമെടുത്ത്. ശീർഷകം: മഴ നിർത്തിയ ദിവസം. കേരളത്തിലെ ഒരു കോളേജ് ക്യാമ്പസ്. പഴയ മരങ്ങളും ചുവന്ന കെട്ടിടങ്ങളും നിറഞ്ഞ ശാന്തമായ സ്ഥലം. അവിടെത്തന്നെയാണ് കാർത്തിക് പഠിച്ചിരുന്നത്. കാർത്തിക് സാധാരണയായി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. കോളേജിന്റെ ലൈബ്രറിയുടെ പുറത്ത് ഉള്ള പഴയ ബെഞ്ച് അവന്റെ പ്രിയപ്പെട്ട സ്ഥലം. ഒരു ദിവസം വൈകുന്നേരം ആകാശം ഇരുണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കാർത്തിക് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ലൈബ്രറിയുടെ വരാന്തയിലേക്ക് ഓടി. അവിടെ ഇതിനകം ഒരാൾ നിൽക്കുകയായിരുന്നു, ഒരു പെൺകുട്ടി. അവൾ മുഴുവനായി മഴയിൽ നനഞ്ഞിരുന്നു. പക്ഷെ അവൾ ചിരിക്കുകയായിരുന്നു. "മഴ ഇഷ്ടമാണോ?" കാർത്തിക് ചോദിച്ചു. അവൾ തലകുനിച്ചു. "വളരെ." അവളുടെ പേര് ശ്രേയ. ആ ദിവസം മഴ നിർത്തുന്നതുവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ ചെറിയ പരിചയം ദിവസങ്ങൾക്കകം വലിയ സൗഹൃദമായി മാറി. കോളേജിലെ ക്യാന്റീനിൽ ഒരുമിച്ച് ചായ കുടിക്കൽ, ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പസിലൂടെ നടക്കൽ, ലൈബ്രറിയിൽ ഒരേ ടേബിളിലിരുന്നു പഠിക്കൽ. ശ്രേയ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ കാർത്തിക്കിന്റെ മനസ്സും പ്രകാശിക്കും. ഒരു ദിവസം അവർ കോളേജിന്റെ മേൽക്കൂരയിലിരിക്കുകയായിരുന്നു. സൂര്യാസ്തമയം ആകാശത്തെ ഓറഞ്ച് നിറത്തിൽ നിറച്ചു. ശ്രേയ ചോദിച്ചു, "കാർത്തിക്, നീ എപ്പോഴും ഇത്ര ശാന്തനായ ആളാണോ?" അവൻ ചിരിച്ചു. "മുമ്പങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചു മാറിയിട്ടുണ്ട്." "എന്തുകൊണ്ട്?" കാർത്തിക് അവളെ നോക്കി. "കാരണം എന്റെ ജീവിതത്തിൽ നീ വന്നതുകൊണ്ട്." ആ വാക്കുകൾ കേട്ട് ശ്രേയ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് അവൾ മൃദുവായി പറഞ്ഞു, "കാർത്തിക്, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പുതിയതായി കണ്ടെത്തും.
അത് അവരുടെ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷെ കുറച്ചു മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം ശ്രേയ വളരെ ശാന്തയായി. കാർത്തിക് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൾ പറഞ്ഞു, എന്റെ അച്ഛന് മറ്റൊരു നഗരത്തിലേക്ക് ട്രാൻസ്ഫറായി. എനിക്കുടൻ പോകണം. ആ വാർത്ത കാർത്തിക്കിന്റെ മനസ്സിനെ തകർത്തു. പോകുന്ന ദിവസം വീണ്ടും മഴ പെയ്തു. കോളേജിന്റെ അതേ വരാന്തയിൽ അവർ നിൽക്കുകയായിരുന്നു. ശ്രേയ പറഞ്ഞു, നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ പോയി. മഴ പതുക്കെ നിർത്തി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാർത്തിക് വീണ്ടും ആ കോളേജ് ക്യാമ്പസിലെത്തി, പഴയ ഓർമ്മകൾ കാണാൻ. അവൻ ലൈബ്രറിയുടെ വരാന്തയിൽ നിന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, മഴ ഇപ്പോഴും ഇഷ്ടമാണോ? കാർത്തിക് തിരിഞ്ഞുനോക്കി. അത് ശ്രേയയായിരുന്നു. അവൾ ചിരിച്ചു. ആ നിമിഷത്തിൽ കാർത്തിക് മനസ്സിലാക്കി,